ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കല്ലേപ്പരത്തി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനായിട്ട് വേണ്ടത് വീറ്റ് ഫ്ലോർ, ഒനിയൻ, ജിഞ്ചർ, ചില്ലീസ് ഇത്ര മാത്രം മതി. നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരേണ്ടത്. ഒരുപാട് വെള്ളമാവരുത്. നമുക്കിങ്ങനെ കൈവച്ച് ഇങ്ങനെ പരത്താൻ പറ്റണം. ഈ കൈവച്ച് പരത്തുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നന്നായിട്ട് കനം കുറച്ച് എത്രമാത്രം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രമാത്രം നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും ഇത്. പിന്നെ രണ്ട് സൈഡിലും നമ്മൾ ഗീ തേക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഗീ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് അതിന് പകരം നോർമൽ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഇല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ പരത്തുമ്പം സൈഡിലായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. എന്നിട്ട് അത് കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തി എടുക്കണം. അപ്പോൾ നന്നായിട്ടത് അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് മുളക് ചമ്മന്തിയുടെ അടിപൊളിയാണ്. മുളക് ചമ്മന്തിയുടെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.